ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ അടക്കമുള്ള 3 പേർക്കായി തുടങ്ങിയ മൂന്നാംഘട്ട തെരച്ചിൽ 4ാം ദിവസം. ഇന്ന് തെരച്ചിൽ നാവികസേന എത്തി GPS പരിശോധന ആരംഭിച്ചു. വിവരങ്ങളുമായി ദിഷ്ന സുരേഷ് ശരിയാണ്. ദിഷ്ന, ഇപ്പോൾ ഏത് തരത്തിലാണ് പരിശോധന ആരംഭിച്ചു കഴിഞ്ഞത്? നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് നാവികസേന വീണ്ടും ഷിരൂരിൽ എത്തിയെന്ന വിവരം തന്നെയാണ്. തുടർന്ന് GPS ഉപയോഗിച്ചുള്ള തിരച്ചിലും ഇവിടെ നടക്കുന്നു എന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ ഏറ്റവും പ്രതികൂലമായി നിൽക്കുന്ന ഒരു കാലാവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. അടുത്ത 3 ദിവസം വലിയ രീതിയിൽ ഈ കർണാടക പ്രദേശങ്ങളിൽ മഴയുണ്ടാവുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇത് തിരച്ചിലിനെ എങ്ങനെ ബാധിക്കുമെന്നൊരു പ്രശ്നവും നിലവിൽ നിലനിൽക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഇന്നലെ ഒരു മനുഷ്യ അസ്ഥിയുടെ ഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ പരിശോധനാ ഫലം DNA പരിശോധനാ ഫലം വന്നാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും നാവികസേന ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഈ തിരച്ചിലിന് കൂടുതൽ സഹായം നൽകുമെന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. KP